അപ്പൊ അനന്തപത്മനാഭന്റെ അടുത്ത് തന്നെ പൊങ്കാല ഇടാനുള്ള സ്ഥലം ഉറപ്പിച്ചിട്ട് ഇപ്പോൾ ദർശനവും കൂടി കിട്ടിയിട്ടാണ് മടങ്ങുന്നത്. പക്ഷേ തിരക്ക് കാരണം തിരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ക്യൂവിലൊക്കെ പെട്ട് അകത്ത് പോയി മണിക്കൂറുകൾ കഴിഞ്ഞാൽ പൊങ്കാലയ്ക്ക് സമയത്തിന് എത്താൻ പറ്റത്തില്ല എന്നൊക്കെ കരുതി ആളുകൾ പുറത്തു നിന്ന് ദർശനം നേടി തിരിച്ചു പോകുന്നത് നമുക്ക് കാണാം. പുറത്തു നിന്ന് മാത്രം അനന്തപത്മനാഭനെ ഒന്ന് കണ്ട് തൊഴുത് തിരിച്ചു പോകുന്നവരുമുണ്ട്. നമുക്കറിയാം ഇത്തവണയും ഹരിത പൊങ്കാലയാണ് നടക്കുന്നത്. ഹരിത പൊങ്കാല ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ തന്നെ ആളുകൾ ഒരുപാട് വന്നതിനാൽ ഒക്കെയുള്ള തരത്തിൽ ഉള്ള എന്തെങ്കിലും പോലും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഹരിത പൊങ്കാല ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മളുടെ സംവിധാനങ്ങളൊക്കെ വളരെ തുടക്കം മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോ ആളുകൾ ഇങ്ങനെ ദർശനം കഴിഞ്ഞ് ഹരിത പൊങ്കാല അല്ലെങ്കിൽ ഹരിത പ്രോട്ടോകോൾ എല്ലാ തവണയും പൊങ്കാലയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിലും അത് കൂടുതൽ ഓരോ തവണയും ശക്തമാക്കുന്നുണ്ട് നഗരസഭ എന്നുള്ളതാണ്. ഇത്തവണ പ്ലേറ്റ് ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള നിർദ്ദേശമുണ്ട്. എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഇത് കഴിഞ്ഞ് ഏറ്റവും മനോഹരമായ പൊങ്കാലയുടെ കാഴ്ച കഴിഞ്ഞാൽ പൊങ്കാലയെ സംബന്ധിച്ച് പറയാനുള്ള ഏറ്റവും മനോഹരമായ കാഴ്ച മണിക്കൂറുകളിലകം ഈ തിരുവനന്തപുരം നഗരം ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ഇന്നലെ കണ്ടത് അതുപോലെ ആക്കുന്ന കോർപ്പറേഷന്റെ ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ നമുക്കൊക്കെ പങ്കാളികളാവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ പരമാവധി തിരിച്ച് നമ്മൾ തന്നെ കൊണ്ടുപോവുക. ഈ നഗരത്തിൽ അത് പരത്തിയിടാതിരിക്കുക എന്നുള്ളതാണ്. അതിനാണ് വലിയ രീതിയിൽ ഹരിതകർമ്മസേനയുടെ ഒരു പിന്തുണ ഇത്തവണയുണ്ട്. ഇത്തവണയും ഹരിത പൊങ്കാലയായി തന്നെയാണ് നമ്മൾ ആചരിക്കുന്നത്. ഈ കണ്ട മനുഷ്യന്മാർ മുഴുവൻ എത്രയോ മണിക്കൂറുകളായി ഇങ്ങനെ കാത്തു നിന്ന് ദേവിയെ ഒരു നോക്ക് കാണാനുള്ള പോക്കിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം പൊങ്കാലയുടെ ബാക്കി ഒരുക്കങ്ങൾ അറിയാൻ. ഇനി നമുക്ക് അടുത്തത് ഭവ്യയിലേക്ക് പോവാം. ഭവ്യ ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ തന്നെയുണ്ട്. രാവിലെ ഞങ്ങളുടെ കൂടെ വന്നതാ, പക്ഷെ പിന്നെ കാണാനില്ല. ഈ പരിസരത്ത് എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്നു എന്നാണ് അറിയുന്നത്. ഭവ്യ എവിടെയുള്ളത്? അവിടെ എന്തൊക്കെയാ കാഴ്ചകൾ? ശ്രീജ, അശ്വതി, ഗുഡ് മോർണിംഗ്. നിങ്ങൾ രണ്ടുപേരും ക്ഷേത്രത്തിനകത്താണെങ്കിൽ ഞാനുള്ളത് ക്ഷേത്രത്തിന് പുറത്ത്. ഈ നിങ്ങളെ തൊട്ടടുത്തുണ്ട്, ഇവിടെ ഗ്രൗണ്ടിലാണുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് തിരക്ക്. ക്ഷേത്രത്തിനകത്ത് വലിയ തിരക്കാണ്, അതേപോലെ തന്നെ ക്ഷേത്രത്തിന് പുറത്തും നല്ല തിരക്കാണ്. ഏറ്റവും പ്രധാനം ഇവിടെ അടുപ്പുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടുപ്പുകൾ കൂട്ടി ഇനി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭക്തരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ ദൃശ്യങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഈ ആറ്റുകാൽ, ഈ തിരുവനന്തപുരത്ത് എവിടെ പൊങ്കാലയിട്ടാലും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തോട്ട് ഈ ആറ്റുകാൽ അമ്മയുടെ മണ്ണിൽ തന്നെ, അതായത് ക്ഷേത്ര സമീപത്ത് തന്നെ പൊങ്കാലയിടുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും സംബന്ധിച്ചും പ്രത്യേകിച്ച് ഭക്തരെ സംബന്ധിച്ച് വലിയ അനുഗ്രഹം അല്ലെങ്കിൽ വലിയ പുണ്യമാണെന്ന് അവർ കരുതുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ ആറ്റുകാൽ അമ്മയുടെ മുൻപിൽ തന്നെ പൊങ്കാലിടാൻ സാധിച്ച അല്ലെങ്കിൽ സാധിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ വലിയ തിരക്കാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിനോട് അകത്തോട്ട് കയറാനുള്ള ആളുകളെ തിരക്ക്. ഇപ്പോൾ ഇവിടെ പുറത്ത് ക്യൂ നിൽക്കുന്ന ആളുകൾ, ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ നീണ്ട നിര അല്ലെങ്കിൽ അഭൂതപൂർവമായ തിരക്ക് എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ്. അത്രമാത്രം തിരക്ക്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പൊങ്കാല ഒരുക്കത്തിനായുള്ള തേങ്ങ ചിരകുന്ന ചേച്ചിമാരെ കാണാം. എല്ലാവരും അതിരാവിലെ തന്നെ 7:30 വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് കുളിച്ച് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ ആളുകളാണ്. ഇപ്പോൾ ഇതാ തേങ്ങയൊക്കെ ചിരകുന്നുണ്ട് കുറെ ആളുകള്. എല്ലാവരും ഒരുക്കങ്ങളിലാണ്, പൂർണ്ണമായി ഒരുക്കങ്ങളിലാണ്. കൃത്യം സമയത്ത് പൊങ്കാല ഇടുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിക്കൊണ്ട് ഇനി നേരെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നൊറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ നമ്മളോട് നേരത്തെ സംസാരിച്ചതൊക്കെ പറയുകയുണ്ട്, ഞങ്ങളൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല, പൊങ്കാലയ്ക്കായി ആ ഒരു മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകളാണ് കൂടുതലുള്ളത്. എന്തായാലും നമുക്ക് ഇവരോട്, ചേച്ചി എവിടുന്നാ വരുന്നേ? ഞങ്ങൾ പത്തനംതിട്ടയെന്നാണ്. എന്ന് വന്നു? ഞങ്ങൾ ഇന്നലെ വന്ന്. ഇവിടെയാണോ പൊങ്കാല ഇടാറ്? അതെ. ഈ സ്ഥലത്ത് തന്നെ പൊങ്കാല ഇടാൻ പറ്റിയ ഒരു ഭാഗ്യം എന്ന് കരുതുന്നു. കാരണം എല്ലാവരും പറയാറുണ്ട് ഈ അമ്പലത്തിന് ചുറ്റും പൊങ്കാല ഇട്ടാൽ നല്ലതാണെന്ന്. അങ്ങനെയാണോ ചേച്ചി? ഓ തന്നെ. ആണോ? എന്താ രാവിലെ ഉണ്ടാക്കുന്നേ? നമ്മൾ പൊങ്കാല ഇടുന്നു. പൊങ്കാല അമ്മയ്ക്ക് എന്താ പ്രസാദം എന്താണ്? പൊങ്കാല തന്നെയാണ്, വേറെ ഒന്നുമില്ല. പായസമൊന്നും വേറെ ഉണ്ടാക്കുന്നില്ല. അതാണ്. അപ്പം ദൂരെ സ്ഥലത്ത് നിന്ന ആളുകളാണ് ഇതാ ഇവിടെ. ചേച്ചിമാര് തേങ്ങ ചിരകുന്ന തിരക്കിലാണ്. ചേച്ചി പേരെന്താ? പേര് ജോഷി. എവിടുന്നാ വരുന്നേ? ആറ്റിങ്ങൽ. ഇവിടെ തന്നെയാണ്. എല്ലാ വർഷവും വരാറുണ്ട്? വരാറുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെയായിരിക്കും? അടുത്തുള്ള ആളുകളാണ്.
അതാണ്. അപ്പൊ ഇവരൊക്കെ തിരുവനന്തപുരംകാർ തന്നെയാണ്. എന്തായാലും എല്ലാവരും ഒരുക്കത്തിന്റെ തിരക്കിലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അടുപ്പുവെട്ട് പറഞ്ഞതുപോലെ തന്നെ 10:15 കൂടിയാണ്. അപ്പൊ ആ അടുപ്പുവെട്ടിനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു തിരക്കിലാണ്. എല്ലാവരും സഹായിക്കാൻ കൂടെ ആളുകളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും അവരെ സഹായിക്കുന്നുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മുഴുവൻ എല്ലാ ഭാഗത്ത് പോകുമ്പോൾ ഓരോ ആളുകളെടുത്തും ഓരോ പോലീസുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സുരക്ഷാ ക്രമീകരണം, പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നമ്മുടെ പോലീസ് സേന അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇതാ കുറെ ചേട്ടന്മാരെ നമുക്ക് കാണാം. ഇവരൊക്കെ കൂടെ ആളുകളുണ്ട്. അപ്പൊ ഈ ആളുകളെ ഇവരെ ഭാര്യമാരെ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, സഹോദരിമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊപ്പം നിൽക്കാൻ ചേട്ടന്മാരുണ്ട്. ചേട്ടാ എവിടുന്നാ വരുന്നേ? കരുനാഗപ്പള്ളി. ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബരിമലയാണ്. അവിടെ എന്താ പുരുഷന്മാർക്ക് കാര്യം എന്ന് വെച്ചാൽ എന്താ പറയാ? നമുക്ക് പുരുഷന്മാരെ ഭാര്യയ്ക്ക് സ്ത്രീകൾക്ക് കൂട്ടുവരുവാണ്, അവരെ സഹായിക്കാൻ വരുവാണ്. ഞങ്ങളും കൂടെ വേണം അല്ലേ? വേണം. നമ്മളുണ്ടെങ്കിൽ അവർക്ക് വെള്ളം എടുത്ത് കൊടുക്കാനും ബാക്കി ഇതിനുള്ള മറ്റു സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാനും എല്ലാം നമ്മൾ അവർ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. ചേട്ടാ എവിടുന്നാ വരുന്നേ? കരുനാഗപ്പള്ളി. അതാണ്. അപ്പൊ കരുനാഗപ്പള്ളിക്കാർ കുറെ പേരുണ്ടോ ഇവിടെ? ഒത്തിരി പേരുണ്ട്. അപ്പൊ ചേട്ടന്മാരും ഉണ്ട്, സ്ത്രീകൾ മാത്രമല്ല. പക്ഷെ എന്നാൽ പോലും സ്ത്രീകളുടെ ഉത്സവമാണ്. നമുക്ക് എവിടെ നോക്കിയാലും സ്ത്രീകളെ കാണാൻ സാധിക്കും. ഇത്രമാത്രം സ്ത്രീകളുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന സ്ഥലമാണ്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് പോലീസുകാരെ കുറിച്ചാണ്. എന്നാലും പഴുതടച്ചൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് കൃത്യമായി പറയുന്നത്. ഈ ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല, നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. എല്ലായിടത്തും അടുപ്പുകൾ നിരന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വിലയേറിയ ടൈലുകൾ വാങ്ങിയ ഭാഗത്ത് അത്തരം സ്ഥലങ്ങളിൽ മാത്രം അടുപ്പുകൾ കൂട്ടരുതെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിൽ ഒഴിച്ച് ബാക്കി എവിടെ നോക്കിയാലും, തിരുവനന്തപുരത്ത് എവിടെ നോക്കിയാലും നമുക്ക് ഈ അടുപ്പുകൾ കൂട്ടിയ ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ സമയം 6:28. ഇപ്പൊ വലിയ ചൂടും വലിയൊരു ചൂടില്ലാത്ത സമയമാണ്. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല സാഹചര്യം. വലിയ ചൂടാകും. പക്ഷേ ആ ചൂടിനെ ഒന്നും വകവെക്കാതെ ആറ്റുകാലമ്മയ്ക്ക് അർപ്പണ മനോഭാവത്തോടുകൂടി പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഒന്ന് ഈ ചേച്ചിമാരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അവർക്കൊക്കെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടോ. പക്ഷെ അധികം നടക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. എല്ലായിടത്തും പൊങ്കാല അടുപ്പുകളാണ്, പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളാണ്. ചേച്ചി എവിടുന്നാ വരുന്നേ? തൊടുപുഴ. ആദ്യമായിട്ടാണോ? അല്ല, മൂന്നാമത്തെ പ്രാവശ്യം. മൂന്നാമത്തെ വർഷമാണ്. അടുത്ത വർഷം വരണമെന്നായിരിക്കും ഓരോ തവണ നമ്മൾ ആഗ്രഹിക്കുക അല്ലേ? ഒരുക്കൊക്കെ പൂർത്തിയായോ? തുടങ്ങുന്നു, തൊഴുതിട്ട് വന്നോളൂ. ചേച്ചി എന്താ പേരെന്താ? ഗീത. നിങ്ങള് ഒരുമിച്ച് സംഘമായിട്ട് വന്നാണോ? അതാ മേമ കുടുംബക്കാരാണ് എല്ലാരും. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും. മൂന്നാമത്തെ വർഷം. 5ാമത്തെ വർഷമാണ്. ഒരുക്കൊക്കെ പൂർത്തിയായോ? ആവാനുണ്ട്. എല്ലാം നടക്കട്ടെ വേഗം തകൃതിയായിട്ട്. ഇതാ ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്. എല്ലാരും നല്ല സുന്ദരികളായിട്ടൊക്കെ ഇരിപ്പുണ്ട്. എന്താ പേര്? എവിടുന്ന വരുന്നേ? തിരുമല. തിരുമല എന്ന് പറഞ്ഞാൽ ഇവിടെയാണോ? അവിടെ തിരുവനന്തപുരംകാരാണ്. ആദ്യമായിട്ടല്ല, അപ്പൊ എല്ലാ വർഷവും വരുന്ന ആളുകളായിരിക്കും. അപ്പൊ ഒരുക്കത്തിലാണ്. എന്താ ഇന്ന് ഉണ്ടാക്കുന്ന പ്രത്യേകത? എന്താ? കേരളീയപ്പാണോ? മണ്ടപ്പുറ്റ്. അവളോട് ചോദിക്കാം, എന്നോട് ചോദിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പേരെന്താ? ഐശ്വര്യ. ഇവിടെ തന്നെ എല്ലാരും ഒരുമിച്ച് വന്നാണ്. തിരുവനന്തപുരംകാരാണ്. അപ്പൊ തിരുവനന്തപുരംകാരോട് പിന്നെ ചോദിക്കണ്ടല്ലോ അല്ലെ എന്താ പ്രത്യേകത എന്നുള്ളത് അല്ലേ? അതെ, അതപ്പം തിരുവനന്തപുരംകാരാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു അമ്മയുണ്ട്. അമ്മയുടെ പേരെന്താ?